ഹലോ, കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അയിലയാണ് കറി വെക്കാനായിട്ട്, മുളകിട്ട് അയിലക്കറി വെക്കാനായിട്ട്. അപ്പം നമുക്കിപ്പോൾ വരെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാമേ. അങ്ങനെ നമ്മൾ അയിലക്കുട്ടന്മാരെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചട്ടി അടുപ്പ് വെക്കാം. നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിനോടൊപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്, പച്ച ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടും കൂടെ ഒന്ന് പൊട്ടട്ടെ. ഇവർ രണ്ടും കൂടെ ഒരു അടിയൊക്കെ ഉണ്ട്. അവരുടെ അടി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, നമ്മുടെ പുളി, മീൻപുളി, തോട്ടുപുളി എന്ന് പറയും. ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് ഈ തോട്ടുപുളി. ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവരെ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്ക് അവരെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അവർ നല്ലപോലെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. പൊട്ടി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ ഒപ്പം തന്നെ നമ്മളിനി മുളകും കൂടി ഇട്ട് കൊടുക്കുവേ. ഇനി ഇവരെ ഒന്ന് മൂക്കട്ടെ നല്ലപോലെ. നമ്മുടെ പുളി എടുത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റിലാണ് ഇടുന്നത്. ഇതിനിവിടെ കറിവേപ്പില വേണമായിരുന്നു. എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇടാഞ്ഞത്. കറിവേപ്പില ഇടുമ്പം കറിക്ക് സ്വാദ് കൂടുമല്ലോ. അത് വലിയ നഷ്ടമായിട്ട് തോന്നുന്നു. ഇനി നമുക്കിത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയുടെ നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ഒത്തിരി ചാറ് വേണ്ട. നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് ചാറ് ഒത്തിരി വേണ്ട. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ അപ്പം ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തോട്ടുപുളി. ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തലക്കുട്ടനും ഉണ്ട് കേട്ടോ, നമ്മൾ തലക്കുട്ടനെ കളഞ്ഞിട്ടില്ല. നമ്മൾ ഓരോന്നോരോന്നായിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കി അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേകുന്നത് വരെ കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മുടെ മീൻ കറി റെഡിയായി. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ, ചീനിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പം